ഒരു പിടി ചോറ്, അതും നമ്മൾ കേടായ കളയുന്ന ചോറ് വെച്ചിട്ട് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ എല്ലാ പ്രശ്നത്തിനും പരിഹാര മാർഗ്ഗമാണ്. പ്രത്യേകിച്ച് വെള്ളീച്ച, മുഞ്ഞ തുടങ്ങിയിട്ടുള്ളതും അതുപോലെ മണ്ണിൽ നല്ല ബാക്ടീരിയാസ്, അതുപോലെ മണ്ണിരൊക്കെ ഉണ്ടാക്കാനായിട്ട് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. നമ്മുടെ വീട്ടിലുള്ള ചോറ്, അതായത് ഒരു പിടി ചോറ് വെച്ചിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ ചെയ്യാനുണ്ട്. ഇപ്പം നല്ല ചോറ് വേണമെന്നില്ല. ഇപ്പൊ പഴയ ചോറ് അല്ലെങ്കിൽ കേടായിട്ടുള്ള ചോറാണെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല. നമുക്ക് 5 ടിപ്പുകൾ ഉണ്ട് ഇത് വെച്ചിട്ട്. ആദ്യത്തേന്ന് പറയുന്നത്, നമുക്ക് ചെടി നട്ട് കഴിഞ്ഞാല് അതിലേക്ക് നമുക്ക് ധാരാളം മണ്ണിൽ ധാരാളം ബാക്ടീരിയാസ് ഉണ്ടാവുക, അതുപോലെ തന്നെ മണ്ണിര, അതിനൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പിടി ചോറ് വെച്ചിട്ടുള്ള ഒരു ടിപ്പ് ഉണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് എന്താണ്, ചെടിയുടെ നല്ലൊരു വളർച്ചയ്ക്ക് ഈ ചോറ് വെച്ചിട്ടുള്ള ഒരു ടിപ്പ് വെച്ചിട്ട് നമ്മുടെ ചെടിയിലേക്ക് നന്നായി അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടിക്ക് നല്ലൊരു വളർച്ചയുണ്ട്. മൂന്നാമതെന്ന് പറയുന്നത്, നമ്മുടെ പുഴു, കീടങ്ങൾ ഇതിനകറ്റാൻ, അതായത് നമ്മുടെ ചെടിയിൽ വരുന്ന പുഴുക്കള്, കീടങ്ങൾ ഇതിനകറ്റാൻ നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള ഒരു ടിപ്പുണ്ട്. അതുപോലെ മുഞ്ഞ, വെള്ളീച്ച ഇതിനെ ഓടിക്കാനും ഈ ചോറ് വെച്ചിട്ടുള്ള ടിപ്പുണ്ട്. അപ്പൊ ഈ 4 ടിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയണത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പ് നോക്കാം. അതായത് നമ്മുടെ മണ്ണിലെ, ഇപ്പൊ നമുക്ക് മണ്ണിലെ നല്ല ജീവാണുക്കളും മണ്ണിരൊക്കെ ഉണ്ടെങ്കിലാണ് വളങ്ങൾ ഇട്ട് കൊടുത്ത് അത് വിഘടിപ്പിച്ച് അത് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. നമുക്ക് അതൊക്കെ അറിയാം. അപ്പൊ അതിനായിട്ട് ഞാനിതേ ചോറ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചോറ് മതി. ഇത്രയും ഒരു കുഞ്ഞു പിടി ചോറാണ് നമുക്ക് അതിന് ആവശ്യം. ഞാൻ ഒരു പിടി ചോറ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു പിടി കടലപ്പിണ്ണാക്ക് വേണം. അത് കടലപ്പിണ്ണാക്ക് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു പിടി കടലപ്പിണ്ണാക്ക് എടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ തേയില ഉണ്ടല്ലോ, ചായയിൽ നമ്മൾ ചായ ഉണ്ടാക്കണം, ചായയിലാണ് ഇടുന്നത്. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഫെർമെന്റേഷൻ ഒക്കെ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ശർക്കര, ഇത് ശർക്കര പൊടിയാണുള്ളത്. ശർക്കര ചെറിയ കഷ്ണമായാലും മതി. ശർക്കര പൊടി ആയതുകൊണ്ട് ഇത് 1/4 ടീസ്പൂൺ ശർക്കരയും നമ്മൾ ഇതിൽ ഇട്ടു. ഇനി ഇതിലോട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു വെക്കുകയാണ് വേണ്ടത്. ഇതിൽ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ച് മാറ്റി വെക്കുക. 5 ദിവസത്തിന് ശേഷം ഇതെടുത്ത് നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് അങ്ങ് ഞെരടണം. ഈ കടലപ്പിണ്ണാക്കൊക്കെ കുതിർന്നിട്ടുണ്ടാവും, പക്ഷെ ചോറ് ചിലപ്പോൾ ഇത്തിരി ഇങ്ങനെ ഇത് കിടക്കുന്നുണ്ടാവും. അപ്പൊ ചോറൊക്കെ നന്നായിട്ട് അലിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ഞെരടണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് വേണമെങ്കിൽ ഈ സമയത്ത് അരച്ച് ഇതിലോട്ട് ചേർക്കാം. അതിനേക്കാൾ നല്ലത് 5 ദിവസം കഴിഞ്ഞിട്ട് ഇത് എടുക്കുമ്പോൾ കൈ വെച്ച് നന്നായിട്ട് ഞെരടി ഇതിൽ 5 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ചെടിമയ്ക്കല്ല കൊടുക്കേണ്ടത്, ചെടിയുടെ ചോട്ടിലേക്കാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മണ്ണിൽ ധാരാളം ബാക്ടീരിയ ഉണ്ടാവും, അതുപോലെ മണ്ണിര ധാരാളം ഉണ്ടാവാനും ചെടിക്ക് നല്ലൊരു വളർച്ചയ്ക്കും ഇത് കാരണമാവും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നമുക്കിനി ഈ ചെടിയുടെ വളർച്ചയ്ക്കുള്ളത് അല്ലെ, ചെടി നന്നായിട്ട് വളരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതിനായിട്ടും നമുക്ക് ഒരു പിടി ചോറാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചെടിയുടെ നല്ല വളർച്ചയ്ക്കുള്ള നമ്മൾ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ഇതേ ഒരു ചെറിയൊരു പിടി ചോറ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈസ്റ്റ് ആവശ്യമാണ്. അപ്പൊ ഈസ്റ്റ് നന്നായിട്ട് പുളിക്കാനായിട്ടോ ഒന്നെങ്കിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത്. ശർക്കരയുടെ പൊടി ചേർത്ത് അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഈസ്റ്റ് ചേർക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈസ്റ്റ് നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലതാണല്ലോ അല്ലെ. പ്രത്യേകിച്ച് നമുക്ക് അതിൻ്റെ കൂടെ ചോറും ഒക്കെ വരുമ്പോൾ വളരെ നല്ലതാണ്. ഇത് നന്നായിട്ടൊന്ന് അങ്ങ് ഈസ്റ്റും ശർക്കരയും ചോറൊക്കെ കൂടെ നന്നായിട്ടൊന്ന് കൈവച്ച് നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ അത് നല്ല രീതിക്ക് വിഘടിപ്പിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ അതിലോട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നമ്മളിത് അടച്ച് മാറ്റി വെക്കണം കേട്ടോ. അടച്ച് മാറ്റി വെച്ച് 3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് ഈ ഈസ്റ്റൊക്കെ പുളിച്ച് നല്ലൊരു നല്ലൊരു മണം തന്നെയാവും. ശർക്കരയും ഈസ്റ്റും എല്ലാം കൂടെ വന്ന ശേഷം അപ്പൊ നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇത് നമ്മൾ 3 ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ ചെടികളിലേക്ക് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നല്ല രീതിക്ക് നല്ലൊരു വളർച്ചയുണ്ടാവും. അപ്പൊ നമ്മൾ മണ്ണിലേക്കുള്ളത് പറഞ്ഞു, ഇനി ചെടിയുടെ വളർച്ചയ്ക്കുള്ളത് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ്, കീടങ്ങൾ വരാതിരിക്കാൻ, ഉറുമ്പ് പോലെയുള്ള ജീവികൾ വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് വീണ്ടും ചോറ് തന്നെയാണ് ആവശ്യം.
പിന്നെ അതിലേക്ക് നമുക്ക് വെള്ളം വേണം. പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, കായം വേണം, വെളുത്തുള്ളി വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടികളിൽ വരുന്ന കീടങ്ങളെ അകറ്റാനായിട്ട് വീണ്ടും നമ്മൾ നല്ല ചോറ് വേണം എന്ന് നിർബന്ധമില്ല. നമ്മളുടെ വീട്ടിലുള്ള പഴയ ചോറായാലും മതി. ഒരു പിടി ചോറെടുത്തു. അതിലോട്ട് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം കായം, എൻ്റെ കയ്യിൽ കായാണുള്ളത്. കായത്തിൻ്റെ പൊടിയുള്ളവർക്ക് അത് ഇടാം കേട്ടോ. ഈ സമയത്ത് ഇപ്പം എൻ്റെ അടുത്ത് കായമുള്ളത് കൊണ്ട് ഞാനൊരു കുഞ്ഞു കഷ്ണം കായാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. 2 അല്ലി വെളുത്തുള്ളി, അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതങ്ങനെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇതിത്തിരി കേടായ പോലത്തെ വെളുത്തുള്ളിയാണ്. അതുകൊണ്ട് കൈവച്ച് ഇങ്ങനെ ആക്കണ സമയത്ത് നമുക്കിത് അലിഞ്ഞു വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചതച്ച് വേണം വെളുത്തുള്ളി ഇടാനായിട്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് നമുക്ക് കൈവച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ നന്നായിട്ട് ഒന്ന് എല്ലാതും, അതായത് കായും ചോറും പിന്നെ വെളുത്തുള്ളിയും ഒക്കെ ഇതിലോട്ട് ഒന്ന് അലിഞ്ഞ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ഞെരടി കൊടുത്തതിന് ശേഷം നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ച് അടച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കാൻ പാടുള്ളൂ. 3 ദിവസം കഴിഞ്ഞ് എടുക്കണ സമയത്ത് ഇതിൽ നമ്മുടെ കായൊക്കെ അലിഞ്ഞ് ചേർന്ന് വെളുത്തുള്ളിയൊക്കെ അലിഞ്ഞ് നമ്മൾ വീണ്ടും 3 ദിവസം കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഞെരടി അത് നന്നായിട്ട് അരിച്ച് 2-3 ഇരട്ടി വെള്ളം, അതിൻ്റെ തിക്നെസ് അനുസരിച്ച് 2-3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചെടികളിൽ നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഉറുമ്പിൻ്റെ പ്രശ്നം, മുഞ്ഞ, അതായത് പയറിലെ മുഞ്ഞ ആ പ്രശ്നമൊക്കെ ഇല്ലേ, അതൊക്കെ മാറാനും അതുപോലെ എന്തെങ്കിലും കീടങ്ങൾ ഇലകളുടെ അടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കണമെങ്കിൽ അതൊക്കെ പോവാനും വളരെ സഹായിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. ഇനി വേറെ ഒരു ടിപ്പും കൂടി ഉണ്ട്. കീടങ്ങൾ ചിലപ്പം ഇതുകൊണ്ട് മാത്രം ചില സമയങ്ങളിൽ പോകണമെന്നില്ല. അപ്പോൾ ആ ഒരു ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോവും. അതും കൂടെ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ചോറെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പിടി ചോറെടുത്തു. ഇത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് എല്ലാ ആഴ്ചയിലും നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിലോട്ട് നമ്മൾ അതിൻ്റെ ഫെർമെൻറ്റേഷൻ കറക്റ്റ് ആവാനായിട്ട് ശർക്കര പൊടിഞ്ഞത് അല്ലെങ്കിൽ ശർക്കര നമുക്ക് കുറച്ച് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയേ ആവശ്യമുള്ളൂ കേട്ടോ. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ച് നമുക്ക് എല്ലാ ആഴ്ചയും കൊടുത്തു കഴിഞ്ഞാൽ കീടബാധ വരില്ല. നമ്മുടെ ചെടികളെ ബാധിക്കുന്ന കുരുടിപ്പ്, വെള്ളീച്ചയുടെ പ്രശ്നം, അങ്ങനെയുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. നന്നായിട്ട് ഒന്നിങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ച് ഇതും നമ്മൾ അടച്ച് മാറ്റി വെക്കണം. ഇതൊക്കെ ഇങ്ങനെ അടച്ച് മാറ്റി വെക്കണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു 1-2 ദിവസം ഇങ്ങനെ വെച്ചെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ കറക്റ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയാണ്. 2ാമത്തെ ദിവസം എടുത്ത് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് അരിച്ച് നമ്മൾ 2-3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചെടിക്ക് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്യുക. ചുവട്ടിലും കൊടുക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം മണ്ണിൽ ഇപ്പം നമ്മളുടെ ഒച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം ഈ സമയത്ത് ഒച്ചിൻ്റെ ഉപദ്രവമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒച്ചിൻ്റെ ഉപദ്രവം ഇല്ലാതിരിക്കാനായിട്ട്, അതുപോലെ തന്നെ മണ്ണിലുള്ള ചില പുഴുക്കളുണ്ട്, ചില ബാക്ടീരിയാസ്, അതൊക്കെ നശിച്ചു പോകാനും ചെടികളെ ബാധിക്കുന്ന ഒരുവിധം എല്ലാ പ്രശ്നത്തിനും വളരെ നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് ഈ മഞ്ഞളും ചോറും ശർക്കരയും കൂടിയിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ. ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ അടുത്ത് പഴകിയ ചോറ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും വൈകണ്ട, നിങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക. ചെടിയുടെ മുകളിൽ സ്പ്രേ ചെയ്യുക, ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ പച്ചക്കറികൾ നല്ല രീതിക്ക് വളരാനും യാതൊരു കീടബാധ ഇല്ലാതിരിക്കാനും വളരെ സഹായിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല അടിപൊളി ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.